മാഡ് മാക്സ്. ബോസ് രക്ഷിക്ക, ഞാനിതിനകത്ത് കുടുങ്ങി പോയി. എന്നെ പുറത്തേക്ക് ഇറക്ക്. മിഷൻ സക്സസ്ഫുൾ. ടിംബക്ടു, ദേവി ഇതെന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കുമോ? നീ പുറത്തേക്ക് വരേണ്ട ഒരു കാര്യമില്ല. അകത്ത് തന്നെ കിടന്നാൽ മതി. അതാണ് നല്ലത്. എത്രയും വേഗം എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യണം. ഇതുപോലെ ഈ ബബിളിനകത്ത് നീ വീറിനെ അറസ്റ്റ് ചെയ്യണം. വീറിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അതായത് നീ ബബിൾ ഗൺ കയ്യിൽ വെച്ച് ആക്ഷൻ ചെയ്യുമ്പോൾ ബബിൾസുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. വീറിനെ അതിനുള്ളിൽ അകപ്പെടുത്തും. ഒരുപക്ഷെ വീർ അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിന്റെ ജാക്കറ്റിനകത്ത് ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു സിൽവർ ഡോട്ട് പാഡ് എടുത്ത് നീ അവന്റെ ശരീരത്തിൽ ഒട്ടിക്കണം. പിന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അതിനുശേഷം അവൻ എന്റെ കൺട്രോളിലായിരിക്കും. അവനെ ഞാൻ അറസ്റ്റ് ചെയ്യും. നീ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരു സിൽവർ ഡോട്ട് എടുത്ത് നീ നിന്റെ ശരീരത്തിലും മുട്ടിച്ചേക്ക്. പിന്നെ അവന് നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടക്കും. വീറിന് ഇപ്രാവശ്യം രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിലെ ബബിൾസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അവന്റെ കയ്യിലെ ലേസർ കൊണ്ടാൽ പോലും ഇതൊന്നും പൊട്ടില്ല. He's right, boss. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നീ എന്താ ചെയ്തത്? എടാ, ഞാൻ വീറിനെ അറസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? നിന്നെ പോലൊരു മരം മണ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. വീറിനെ അകത്താക്കാൻ പറഞ്ഞപ്പോ നീ എന്നെ അകത്താക്കിയല്ലേ? അയ്യോ അയ്യോ, രക്ഷിക്കണേ! അയ്യോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ! അയ്യോ, ഓടിക്കോ! അയ്യോ, രക്ഷിക്കണേ! ഇനി ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കണ്ടോ? ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിപ്പോ എവിടെയാ? ഇതെന്താ പറക്കുന്നത്? അയ്യോ, എന്താ സംഭവിച്ചത്? രക്ഷിക്കണേ, രക്ഷിക്കണേ! ആരെങ്കിലും രക്ഷിക്കണേ! ചിന്തു, വേഗം വീറിനെ വിളിക്ക്. അല്ല, ഞാനിവിടെ എന്തെടുക്ക? ഇങ്ങനെ ചാടിച്ചാടി കളിക്കാൻ നല്ല രസമുണ്ട്. ഈ ബബിള് വെച്ച് ഞാൻ ചാടിക്കളിക്കുകയാണ്. വേഗം വാ. ചുൾബുൾ, ഇതൊക്കെ എന്താ? വീർ, ഞങ്ങളെ രക്ഷിക്കേ. നീ സൂക്ഷിക്കണം. ഈ ബബിളിനകത്ത് കുടുങ്ങിപ്പോയാ പിന്നെ പുറത്തേക്ക് വരാൻ കഴിയില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് പൊട്ടിക്കേ. ചുൾബുൾ, നീ പേടിക്കണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എടാ കൊച്ചു ചെക്ക, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിതാ അറ്റാക്ക് തുടങ്ങാൻ പോവാ. അപ്പൂപ്പ, ഈ ബബിൾ എന്താ? അതിനകത്ത് എന്താ ഉള്ളത്? അതെങ്ങനെയാണ് തകർക്കേണ്ടത്? എന്റെ ലേസർ ഗൺ യൂസ് ചെയ്തിട്ടും അതിനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൂപ്പ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ടിംബക്ടു, നീ ലേസർ ഗൺ ഉപയോഗിക്കാം.
അല്ലാത്ത പക്ഷം ഇമിലിയെ ഞാൻ ബബിളിനകത്താക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നീ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ ഇമിലിയെ വിട്ടേക്ക്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എല്ലാവരും എന്റെ ബോസിന്റെ അടുത്തേക്ക് ഉടൻ തന്നെ വന്നേ പറ്റൂ. ഓക്കെ? ഇന്നാ പിടിച്ചോ. അപ്പൂപ്പ, ഞങ്ങൾ എല്ലാവരും ഈ ബബിളിൽ കുടുങ്ങിയിരിക്കുക. ഈ ബബിള് പൊട്ടിക്കാൻ പറ്റുന്നില്ല. മോനെ വീർ വിഷമിക്കേണ്ട, അപ്പൂപ്പനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഡോക്ടർ പ്രേം സഹായ്, നിങ്ങളും വീറിന്റെ കൂടെ ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നേ പറ്റൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട വീറിനെ രക്ഷിക്കണ്ടേ? അപ്പൂപ്പ, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? മോനെ, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് വെച്ചാണ് ആ മാഡ് മാക്സി കളിയൊക്കെ കളിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് തകർക്കുന്നത് അപ്പൂപ്പ? അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീർ, ദേ അങ്ങോട്ട് നോക്ക്. അവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ കാണുന്നില്ലേ? ആ ടവറിൽ നിന്നും വ്യത്യസ്ത തരം വേവ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇതിന്റെ കണക്ഷനെ ഡിസ്റ്റർബ് ചെയ്യും, ഈ ബബിൾസിനെ പൊട്ടിക്കുകയും ചെയ്യും. അതിന്റെ അടുത്ത് വരെ ഒന്ന് എത്താൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മോനെ. എല്ലാരും ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാരും നിങ്ങളുടെ കാറും സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യേ. എന്നിട്ട് അവിടെ കാണുന്ന ടവറിന്റെ അടുത്തേക്ക് ചെല്ല്. നമ്മൾ എല്ലാവരും അവിടെ ഒന്നിച്ചു പോവുകയാണെങ്കിൽ അത് നല്ലതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എത്തിയേ പറ്റൂ. ബോസ്, നമ്മുടെ പ്ലാൻ ഫെയിലിയർ ആയി പോയി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? വീർ, ഞാൻ പറയുന്ന കേക്ക്. ഈ ബബിൾസ് വളരെ ശക്തിയുള്ള വെയിൽ കൊണ്ടാലും പൊട്ടുന്നതാണ്. ഓക്കെ അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഹീറ്റ് റേസ് ഓൺ. വീർ, അത് ഒരുപാട് കൂട്ടരുത് മോനെ. വീർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരുപാട് ഹീറ്റ് കൂട്ടരുത്. ടിംബക്ടോ, നീ കണ്ടോളൂ, ഇന്നോടെ വീറിന്റെ കഥ അവസാനിക്കുവാൻ പോവുകയാണ്. ഹീറ്റ് മോഡ് ഓൺ. ഹീറ്റ് മോഡ് ഓൺ. ബബിളൊക്കെ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തത്? വേഗം പറ. പറയാൻ, അല്ലെങ്കിൽ നീ താഴെ വീണ് ചത്തുപോകും. ഇതാ ഗൺ. ആ ബൗൾസ് പൊട്ടിച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. താങ്ക് യു റോബോ ബോയ്. അല്ലേ ചുൽബുൾ, ഞാനെങ്ങനെ ഇവിടെ വന്ന്? എന്താ സംഭവിച്ച്?
നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്ന് അകടം പകടം കളിക്കുമായിരുന്നു. എന്തോ കളിക്കുമായിരുന്നു അല്ലേ ചുൾബുൾ? ഞങ്ങൾ നിന്റെ കൂടെ കളിക്കാൻ വന്നതാ. ഓ അത് ശരി, ഞങ്ങൾ ഇവിടെ കളിക്കുകയായിരുന്നു.